ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് നല്ല എളുപ്പത്തിലുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. ബ്രെഡും ക്യാരറ്റും പിന്നെ പാലും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള പുഡിങ് ഉണ്ടാക്കിയെടുക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞുതരാം. ഇത് വായിലിട്ടാൽ നല്ല അലിഞ്ഞു പോകുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ 500 പാലെടുത്തിട്ടുണ്ട്. പാല് തിളപ്പിക്കുന്ന നേരം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു അടുപ്പത്ത് ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിക്കുക. അതിലേക്ക് ചൈന ഗ്രാസ് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇത് ഫസ്റ്റ് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാം, ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ചൈന ഗ്രാസ് നല്ലോണം പൊതിർത്തിടേണ്ടിനി. അപ്പോൾ അത് ഞാൻ പാല് പതിച്ചതിന് ശേഷം ഇത്തിരി ചൂട് തണിഞ്ഞതിന് ശേഷം നമ്മൾ നല്ല പോലെ അലിഞ്ഞ് വന്ന ചൈന ഗ്രാസിൻ്റെ ആ മിക്സ് പാലിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഒന്ന് തണുക്കാൻ വെക്കുക. കുറച്ച് ചൂട് തണിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ചൈന ഗ്രാസ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. അപ്പം ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള ക്യാരറ്റ് ഒരടുപ്പത്തു നിന്ന് വേവിച്ചെടുക്കാം. ഉപ്പൊന്നും ഇടണ്ട, അല്ലാതെ തന്നെ ക്യാരറ്റ് നല്ലപോലെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്തതിന് ശേഷം കുക്കറിലിട്ട് നല്ലപോലെ ഒരു വിസിൽ തില്ലിയാൽ മതി. അതുപോലെയൊക്കെ തന്നെ നമുക്ക് അത് പാകമായി വരും. അപ്പോഴേക്ക് നമുക്ക് ആ പാലിൻ്റെ മിക്സിലേക്ക് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി വെക്കാം. അപ്പം ക്യാരറ്റ് വേവിച്ച് പാലും പഞ്ചസാരയും ഇട്ടിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണ് കേട്ടോ. ഇതൊക്കെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിക്സായിപ്പോയി, അതുകൊണ്ടാണ് ഇതിലേക്ക് വരാഞ്ഞത്. അപ്പോൾ വെന്ത ക്യാരറ്റിലേക്ക് പാലും പഞ്ചസാരയും ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക, അടിച്ചെടുത്തതും കൂടി നമുക്ക് ഈ പാൽ മിശ്രിതത്തിലേക്ക് ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മളൊരു പുഡിങ് ഏത് പാത്രത്തിലാണോ ചെയ്യുന്നത് അതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് ബ്രെഡ് അതിലേക്ക് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ബ്രെഡ് ഇട്ട് കൊടുക്കാം. എനിക്ക് ആ നെയ്യിലൊന്ന് ചൂടാക്കി എടുത്തിട്ടാണ് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതിനെക്കാട്ടിയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ തന്നെ ടേസ്റ്റാണ്, അതിലേക്ക് ഒന്നുകൂടി ടേസ്റ്റ് ആവും. പക്ഷേ എനിക്ക് അതിനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ 4 ബ്രെഡ് എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ട്രേ ഒന്ന് ഫുള്ളാക്കി എടുക്കണം. അത് എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടിയെന്ന് വെച്ചാൽ അതേപോലെ ഒന്ന് ഫില്ലാക്കി എടുക്കുക. ഇങ്ങനെ ചെറുതാക്കി ഏതാണോ ഗ്യാപ്പ് വരുന്നത് അവിടെ ഇങ്ങനെ ഫില്ലാക്കി കൊടുക്കുക. അതിലേക്ക് നമ്മൾ പാലും പഞ്ചസാരയും മിൽക്ക് മെയ്ഡും കൂടി മിക്സാക്കി നമുക്ക് ഒഴിച്ച് കൊടുക്കും ഇതിൻ്റെ മേലെ. അന്നപ്പോൾ നമുക്ക് ഇങ്ങനെ അമ്പിച്ച് കൊടുക്കുമ്പോൾ എവിടെയാണോ ഗ്യാപ്പ് ഉള്ളതെന്ന് വെച്ചാൽ അതിലേക്ക് അമർന്ന് പോയിട്ട് അടിപൊളി ഒരു കേക്കിൻ്റെ ഒരു വേസ് പോലെ ആയി വരും. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം ഉണ്ടാക്കി വെച്ച ഒരു കൂട്ടുണ്ടല്ലോ, അതും കൂടി ഒഴിച്ച് കൊടുത്താൽ നമുക്ക് 1, 2, 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുക്കുകയാണെങ്കിൽ ഈ ഒരു പുഡിങ് ഇവിടെ തയ്യാറായി കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, ഈ ഒരു ബാറ്ററും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് 4 മണിക്കൂറോ 5 മണിക്കൂറോ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് എടുക്കുമ്പോൾ നമുക്കിത് അടിപൊളി ടേസ്റ്റുള്ളൊരു പുഡിങ് ഇവിടെ തയ്യാറായി. അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്, വിരുന്നുകാരെ അതിശയിപ്പിക്കുക നമുക്ക്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ ബൈ.